യുവസാഹിത്യ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാഹിത്യ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളൊന്നും കൃത്യമായി ആവിഷ്കരിക്കാതെയാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എന്ന ആരോപണം ശക്തമാകുന്നു. സാഹിത്യ നഗരത്തിന്റെ കേന്ദ്രമായ ആനക്കുളം സാംസ്കാരിക നിലയത്തിൽ ഇതുവരെ ആവശ്യമായ നവീകരണങ്ങൾ പോലും നടത്തിയിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ അലംഭാവത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്കും അഭിമാന നിമിഷമായിരുന്നു. എന്നാൽ യുവസാഹിത്യ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാഹിത്യ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളൊന്നും നഗരത്തിൽ നടപ്പിലാക്കാതെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപന പരിപാടി നടത്തിയതെന്ന ആക്ഷേപമാണിപ്പോൾ ഉയരുന്നത്. സാഹിത്യ നഗരത്തിന്റെ കേന്ദ്രമായ ആനക്കുളം സാംസ്കാരിക നിലയത്തിലടക്കം ഇതുവരെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. സാഹിത്യ നഗര പ്രഖ്യാപന ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും കോർപ്പറേഷൻ ധൃതി പിടിച്ച് പരിപാടി സംഘടിപ്പിച്ചത് പദവിയുടെ പ്രൗഢി നഷ്ടപ്പെടുത്തിയെന്നും BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. കോഴിക്കോട്ടുകാർക്കും കേരളക്കാർക്കും രാജ്യത്തുള്ളവർക്കുമൊക്കെ അഭിമാനകരമായ ഒരു നിമിഷമാകേണ്ട പരിപാടി അതൊരു കേവല രാഷ്ട്രീയ പരിപാടിയാക്കി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ പരിപാടിയാക്കി ധൃതി പിടിച്ച് നടത്തി അതിൻ്റെ എല്ലാ പ്രൗഢിയും നഷ്ടപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ശോഭ കെടുത്തിക്കളയാണ് സംഘാടകർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആസൂത്രണത്തിന് വേണ്ടി മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ അതിൽ ഈ തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. യുനെസ്കോയ്ക്ക് റിപ്പോർട്ട് നൽകാൻ തട്ടിക്കൂട്ടിയ പരിപാടിയാണ് നടന്നത്. MT വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാരെ അവഹേളിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ് കോഴിക്കോട്.